പീസ് ആൻഡ് ജോയ്. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ ഫ്രാൻസിസ് അതിൽ ഒരിക്കലും വെള്ളം ചേർത്തിരുന്നില്ല. ഹസിസിലെ ഫ്രാൻസിസിനെ ദൈവം ഇത്രമാത്രം സ്നേഹിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയായിരുന്നുവെന്ന് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശ്വസ്തനായിരിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നതുകൊണ്ടാണ് എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് എളിമയിൽ നിലനിൽക്കാനായിട്ട് ഫ്രാൻസിസ് പരിശ്രമിച്ചു. ഫ്രാൻസിസിനെ കാണുന്നവരൊക്കെ ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു വിശുദ്ധനെ പോലെ പലപ്പോഴും ഫ്രാൻസിസിനെ പരിഗണിച്ചിരുന്നു. ചിലർ വിചാരിച്ചു ചരിത്രത്തിൽ പലസ്തീനയിലൂടെ ക്രിസ്തു ഇറങ്ങി നടന്നതുപോലെ ഇതാ അസീസിയുടെ തെരുവിലൂടെ ക്രിസ്തു ഇറങ്ങി നടക്കുകയാണ്. അവർ അദ്ദേഹത്തെ മഹാവിശുദ്ധനായിട്ട് കരുതിയിരുന്നു. പലപ്പോഴും തൻ്റെ നേരെയുള്ള ആളുകളുടെ പെരുമാറ്റവും ആളുകളുടെ അത്ഭുതത്തോടെയുള്ള വാഴ്ത്തിപ്പാടലുകളും ഒക്കെ ഫ്രാൻസിസിനെ വളരെയധികം ദുഃഖിപ്പിച്ചിരുന്നു. അദ്ദേഹം അവരെ അടുത്ത് വിളിച്ച് ഇങ്ങനെ ഉപദേശിച്ചിരുന്നു: നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ കരുതുന്ന പോലെ ഒരു വിശുദ്ധനല്ല ഞാൻ. പാപിയായ ഒരു മനുഷ്യൻ പരിഹാര ജീവിതം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കരുതുന്ന പോലെ അതിവിശുദ്ധനായ ഒരു മനുഷ്യനായിട്ട് എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട. എനിക്ക് ഇനിയും വേണമെങ്കിൽ വഴിതെറ്റിപ്പോവാനും അതുപോലെ തന്നെ അവിഹിത ബന്ധത്തിൽ നിന്ന് കുട്ടികൾ ജനിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു ബലഹീനൻ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് ഫ്രാൻസിസ് സ്വയം എളിമയിൽ നിലനിൽക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ജ്ഞാനത്തിൻ്റെ ഒരു ബോധ്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തികളെ സ്പർശിക്കുമ്പോൾ ആ വ്യക്തികൾ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാൽ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുക ഇത്തരത്തിലുള്ള ജ്ഞാനത്തിൻ്റെ വിനീതമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ്. താൻ എന്താണോ അത് ദൈവകൃപയാൽ മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഫ്രാൻസിസ് സഹോദരങ്ങളെ ആ എളിമയുടെ മനോഭാവം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഒരിക്കലും അതിനോട് ഒരു ചായ്വ് കാണിച്ചിരുന്നില്ല. ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലെ അത്ഭുതകരമായൊരു സംഭവം ഫ്രാൻസിസിൻ്റെ വിശ്വസ്തതയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൊർസിംഗ്ലയിൽ താമസിച്ചിരുന്ന കാലത്ത് ഇത് രേഖപ്പെടുത്തിയത് അസീസിയുടെ മെത്രാനായിരുന്ന കൊറാഡോ മെത്രാനാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുക. അദ്ദേഹം പിൽക്കാലത്ത് രേഖപ്പെടുത്തിയ ഈ ഒരു സംഭവം ഇങ്ങനെയാണ്: ഫ്രാൻസിസിൻ്റെ പൊർസിംഗ്ലയിൽ അടുത്തുള്ള ആ ഒരു പർണശാലയിൽ താമസിക്കുന്ന സമയത്ത് അധികമായിട്ട് ജഡിക പ്രലോഭനങ്ങൾ ഒരു ദിവസം ഫ്രാൻസിസിനെ വേട്ടയാടുകയാണ്. പാപത്തിൽ വീഴാതിരിക്കാനായിട്ട് ഫ്രാൻസിസ് ഒരു ചങ്ങലയെടുത്ത് സ്വയം പ്രഹരിച്ചുകൊണ്ടിരുന്നു. ചാട്ടവാർ അടിക്കുന്ന രീതിയിൽ രക്തം വമിച്ചിട്ടും അദ്ദേഹത്തിന് അതിൽ നിന്ന് മോചനം ലഭിച്ചില്ല. ഫ്രാൻസിസ് മുള്ളരങ്ങാണ് കിട്ടുകയും അതുപോലെ സ്വയം പ്രഹരിക്കുകയൊക്കെ ചെയ്തിട്ടും ആ പ്രലോഭനത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കിട്ടിയില്ല. വീണ്ടും വീണ്ടും പിശാച് ആ മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ക്രൂരമായിട്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ഫ്രാൻസിസ് അടുത്തുള്ള മുൾച്ചെടികൾക്ക് ഇടയിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു: എൻ്റെ കഴുത സഹോദര. ഫ്രാൻസിസ് സ്വന്തം ശരീരത്തെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്, കഴുതയായിട്ടുള്ള സഹോദരൻ. കഴുത ചുമട് എടുക്കുന്നത് പോലെ തൻ്റെ ആത്മാവിനെ വഹിക്കുന്ന, എല്ലാ ബലഹീനതകളെയും വഹിക്കുന്ന കഴുത സഹോദരനായിട്ട് ശരീരത്തെ അദ്ദേഹം കരുതുകയാണ്. അദ്ദേഹം തൻ്റെ ശരീരത്തോട് തന്നെ പറഞ്ഞു: എൻ്റെ കഴുത സഹോദര, നീ മൂലം ഞാൻ പാപത്തിൽ വീഴാനോ നിന്നെ പാപത്തിൽ ദഹിപ്പിക്കാനോ ഞാൻ അനുവദിക്കുകയില്ല. അതിനുശേഷം തൻ്റെ സന്യാസവസ്ത്രം ഊരി മാറ്റി നഗ്നനായിട്ട് ആ മുൾച്ചെടികൾക്കിടയിലേക്ക് വീഴുകയാണ്. മുൾച്ചെടികൾക്കിടയിൽ കിടന്ന് ഫ്രാൻസിസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുരുണ്ടു. ഒടുവിൽ ആ മുൾച്ചെടിയിലെ മുള്ളുകൾ മുഴുവൻ ശരീരത്തിൽ തറച്ച് രക്തക്കട്ട പോലെ ഫ്രാൻസിസ് കിടക്കുക. എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലായിടത്തും മുള്ളുകളാണ്. ഫ്രാൻസിസിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. മുൾച്ചെടികൾക്കിടയിൽ നിന്ന് കാല് പോലും നിലത്ത് കുത്താൻ പറ്റാതെ അത്രമാത്രം മുറിവേറ്റിരിക്കുന്ന അവസ്ഥ. അദ്ദേഹം സഹോദരന്മാരെ വിളിച്ചു. സഹോദരന്മാർ ഫ്രാൻസിസിൻ്റെ വിലാപം പോലെയുള്ള സ്വരം കേട്ട് ഓടിച്ചെന്നപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഫ്രാൻസിസിനെയാണ്. അവർ വലിയ വേദനയോടെ ഫ്രാൻസിസിനെ കോരിയെടുത്ത് മാറ്റിക്കിടത്തുകയാണ്. ഫ്രാൻസിസ് സന്തോഷത്തോടു കൂടി സഹോദരന്മാരോട് പറഞ്ഞു: സഹോദരങ്ങളെ, എൻ്റെ ശരീരത്തിന് മാത്രമേ മുറിവേറ്റിട്ടുള്ളൂ, എൻ്റെ ആത്മാവിനെ മുറിവേൽപ്പിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. അതിനുശേഷം സന്യാസവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ആ ഒരു അഭിഷേകത്തോടു കൂടി, പ്രാർത്ഥനയോടെ, സംഗീതത്തോടു കൂടി ഫ്രാൻസിസ് കടന്നു പോവുകയാണ്. സഹോദരന്മാർക്ക് വലിയ അത്ഭുതമായി. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രമാത്രം വിശ്വസ്തയോടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുക? എത്ര തീവ്രമായിട്ടാണ് ഈ മനുഷ്യൻ പ്രലോഭനത്തിൽ അകപ്പെട്ടത്? അതിവിശുദ്ധനെന്ന് കരുതുമ്പോഴും പിശാച് എത്ര ക്രൂരമായിട്ടാണ് ഈ മനുഷ്യനെ വേട്ടയാടുക. പിറ്റേ ദിവസം പ്രഭാതത്തിൽ സഹോദരന്മാർ ഒരു അത്ഭുതം കാണുകയാണ്. ആ കിടന്ന മുൾച്ചെടികളൊന്നും അവിടെ ഇല്ല. പകരം അവിടെയെല്ലാം മുള്ളില്ലാത്ത റോസച്ചെടികൾ വിടർന്നു നിൽക്കുകയാണ്, വളർന്നു നിൽക്കുകയാണ്. അവർ അത്ഭുതത്തോടു കൂടി നോക്കി. ഫ്രാൻസിസ് കിടന്നുരുണ്ട ഏകദേശം 20 അടി നീളമുള്ള ആ പ്രദേശത്ത് മാത്രം ആ മുൾച്ചെടികൾ മാറിയിട്ട് അവിടെയെല്ലാം മുള്ളില്ലാത്ത റോസച്ചെടികൾ നിൽക്കുകയാണ്. ഏകദേശം 800 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ആ അത്ഭുതം ദൈവം സംരക്ഷിക്കുന്നുണ്ട്.
അല്പായുസുള്ള റോസച്ചെടിയെ ഇന്നും ദൈവം സംരക്ഷിക്കുകയാണ്. ആ ഇലകളിൽ ഇന്നും രക്തത്തിൻ്റെ തുള്ളികൾ ഉണങ്ങിയ പോലെയുള്ള ചുവന്ന തവിട്ട് കലർന്ന പോലെയൊക്കെയുള്ള കുത്തുകൾ കാണാനായിട്ട് സാധിക്കും. അവർ പറയുക ഇതാണ്, അത് അവിടുന്ന് മുറിച്ച് എങ്ങോട്ടേലും മാറ്റി നട്ടാൽ ആ റോസച്ചെടിയിൽ മുള്ളുള്ള റോസച്ചെടിയായിട്ട് മാറും. ആ ഇലകളിൽ രക്തത്തിൻ്റെ ഉണങ്ങിപ്പിടിച്ച പോലെയുള്ള തവിട്ട് അല്ലെങ്കിൽ ചുവപ്പ് രക്തത്തുള്ളികൾ അല്ലെങ്കിൽ കുത്തുകൾ ഇല്ല, പാടുകൾ ഉണ്ടാവുകയില്ല. ദൈവം എന്തുകൊണ്ടാണ് 800 വർഷത്തിന് ശേഷവും ഇങ്ങനെ ജൈവപരമായിട്ട് എപ്പോൾ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാവുന്ന ഒരു റോസച്ചെടിയെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ മാത്രം റോസച്ചെടിയെ അങ്ങനെ സംരക്ഷിക്കുക? വിശ്വസ്തതയ്ക്കും വിശുദ്ധിക്കും ദൈവം കൊടുക്കുന്ന പ്രാധാന്യം അത്രമാത്രം വിലയേറിയതാണ്. നമ്മൾ മനുഷ്യരെന്ന നിലയിൽ വിശുദ്ധിക്ക് വേണ്ടി എടുക്കുന്ന ഒരു ചെറിയ കാൽവെപ്പ് പോലും സ്വർഗം മുഴുവനും ഈ പ്രപഞ്ചത്തെ മുഴുവനും മാറ്റുന്ന രീതിയിൽ കൗതുകത്തോടെയും സ്നേഹത്തോടെയും കരുതലോടെയും കൂടിയാണ് സ്വീകരിക്കുക. സ്വർഗത്തെ വിസ്മയിപ്പിക്കുന്ന മനുഷ്യഭാവങ്ങളിലൊന്ന് പ്രലോഭനത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചെറുത്ത് നിൽക്കാൻ ഒരു മനുഷ്യനെടുക്കുന്ന പ്രയത്നമാണ്. അവിടെ മദർ തെരേസ പറഞ്ഞതുപോലെ വിജയിക്കാനല്ല വിശ്വസ്തരായിരിക്കാനാണ് വിളിക്കപ്പെട്ടത് എന്ന ആ ഒരു ബോധ്യം പോലെ തന്നെ നമ്മൾ കാണുവാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ അവിടെ നിലനിൽക്കുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആഗ്നസ് വിശുദ്ധി നഷ്ടപ്പെടുത്താതെ ചെറുത്ത് നിൽക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ ദൈവം അവൾക്ക് വലിയ സംരക്ഷണം നൽകുന്നതാണ്. ഫ്രാൻസിസിൻ്റെ ആ വിശുദ്ധിക്ക് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹവും അതിനെ ദൈവം മുദ്ര വെച്ചതുപോലെ ആ മുൾച്ചെടിയെ മാറ്റി റോസച്ചെടിയാക്കി മാറ്റിയതും ആ റോസച്ചെടിയിലെ ഇലകളിൽ ഇപ്പോൾ പോലും 800 വർഷങ്ങൾക്ക് ശേഷവും രക്തത്തുള്ളികൾ ഉണങ്ങിയ പോലെയുള്ള പാടുകൾ അവശേഷിപ്പിക്കുന്നതും കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവനോട് വിശ്വസ്തത പുലർത്തിയാൽ തീർച്ചയായിട്ടും അവൻ നമ്മളെ ഒരിക്കലും നശിക്കാൻ അനുവദിക്കുകയില്ല. അവൻ വിശ്വസ്തയോടുകൂടി നമ്മളെ ചേർത്ത് പിടിക്കുന്നു, അവൻ്റെ ഹൃദയ രക്തത്തിൽ നമ്മളെ കഴുകി നിർമ്മലരാക്കുന്നു എന്ന ബോധ്യമാണ്. നമുക്ക് ഫ്രാൻസിസിനെ പോലെ വിശ്വസ്തരായിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.